إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أبلغكم رسالات ربي وأنا لكم ناصح أمين സ്നേഹാദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുമാണ് ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ പരിശുദ്ധമായ ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ്. ഹജ്ജിനു വേണ്ടി വിശ്വാസികളായ ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മക്കയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന്റെ ദിവസങ്ങൾ, സ്ഥലങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരുന്ന രംഗങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖുർആൻ വ്യത്യസ്തമായ നാമങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാ, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിന്റെ ആലു ഇംറാനിന്റെ 95-ാമത്തെ വചനം ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഋജുവായ, നേരായ, ചൊവ്വായ മില്ലത്ത് നിങ്ങൾ പിന്തുടരണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, മാർഗം, മാതൃക, ജീവിതം, ചര്യ, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ, പ്രബോധനത്തിന്റെ മാതൃകകൾ, ത്യാഗങ്ങൾ, ഒട്ടേറെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ
ജീവിത മാതൃകയായി സ്വീകരിക്കണം എന്നത് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാണ്. പ്രവാചകന്മാരെ പഠിക്കുമ്പോൾ ഖുർആനിൽ ഓരോ കാലത്തെയും പ്രവാചകന്മാരെ വിശദീകരിക്കുന്നുണ്ട്. ആ പ്രവാചകന്മാർ, അവരുടെ ദൗത്യങ്ങൾ, അവരുടെ സമൂഹങ്ങൾ, ആ സമൂഹങ്ങളിൽ നിന്ന് പ്രവാചകന്മാർക്ക് നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അത്തരത്തിലുള്ള വ്യത്യസ്തമായ ചരിത്രങ്ങൾ ഖുർആൻ നമ്മുടെ മുൻപിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരും അവരുടെ ദൗത്യങ്ങളും അവരുടെ ചരിത്രങ്ങളും അത് ഏതൊരു കാലത്ത് ജീവിക്കുന്ന വിശ്വാസികളായ മനുഷ്യർക്കും നമുക്കും അതൊക്കെ പാഠങ്ങളാണ് എന്നതാണ്. ഒന്നാമതായി ആ പ്രവാചകന്മാരുടെ വിശ്വാസ്യദാർഢ്യതയെ, അവരുടെ വിശ്വാസത്തിന്റെ കരുത്ത്, ഈമാനിന്റെ കരുത്ത്, യാതൊരു കലർപ്പുമില്ലാത്ത അവർ സ്വീകരിച്ചിട്ടുള്ള അവരുടെ വിശ്വാസം, അതിന്റെ മുൻപിൽ യാതൊരു തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകാത്ത പ്രവാചകന്മാരുടെ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ സമൂഹങ്ങൾ കാലത്തിനനുസരിച്ച് കോലം മാറുന്ന രൂപത്തിലേക്ക് നാം മാറുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടുന്ന ഒന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ നാട്, ആ രാജ്യം, ആ രാജാവ്, സമൂഹം, പിതാവ്, അങ്ങനെ എല്ലാ തലത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ എതിർക്കുന്നുണ്ട്. എതിർപ്പുകൾ ശക്തമാകുമ്പോ അവർക്കനുസരിച്ച് ഒരു നിമിഷം പോലും താൻ സ്വീകരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ആദർശം അത് മാറ്റിപ്പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായില്ല എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ ഒരു സന്ദേശമാണ്. പലപ്പോഴും നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മൾ എപ്പോഴാണ് നമ്മുടെ ആദർശവും നമ്മുടെ സംസ്കാരങ്ങളെയും മാറ്റിവെക്കാൻ നാം തയ്യാറാകുന്നത്? നമ്മുടെ ദീനിനെ നമ്മൾ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നത് ഒന്നുകിൽ എതിർപ്പുകൾ നേരിടുമ്പോഴാണ്. ആ എതിർപ്പുകൾ ഭാര്യയിൽ നിന്നാകാം, അത് ഭർത്താവിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, കുടുംബങ്ങളിൽ നിന്നാകാം, സമൂഹങ്ങളിൽ നിന്നാകാം, അത് ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്നാകാം. യാത്ര പോകുന്ന സമയത്ത് കൂട്ടുകാരുടെ പരിഹാസങ്ങളോ അവരുടെ കളിയാക്കലുകളോ എതിർപ്പുകളോ നാം സ്വീകരിച്ചിട്ടുള്ള ഇസ്ലാമികമായ സംസ്കാരത്തെയും ആദർശത്തെയും ഒക്കെ ഒഴിവാക്കുന്ന പല സന്ദർഭങ്ങളും നമ്മിലേക്ക് കടന്നു വരാറുണ്ട് എന്നതാണ്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ആദർശം അത് യാതൊരു നിലയിലുമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട്, സ്വന്തം പിതാവിനോടാണ് ആദർശ പ്രഖ്യാപനം നടത്തുന്നത്. അത് നമുക്കൊരു മാതൃകയാണ്. തന്റെ കുടുംബത്തിൽ ആ ആദർശം നിലനിന്നു കാണണം എന്ന ആഗ്രഹത്താൽ തന്റെ പിതാവിനോട് താൻ സ്വീകരിച്ചിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സന്ദേശം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ പിതാവേ, നിങ്ങൾ ആരാധിക്കുന്ന ഈ കല്ലുകൾ, നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കുന്ന ഈ ബിംബങ്ങൾ, ഈ മരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ആരാധ്യ വസ്തുക്കൾ അവക്ക് കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അവ നിങ്ങളുടെ യാതൊരു വർത്തമാനങ്ങളും അവർ കേൾക്കുന്നു പോലുമില്ല എന്നത് പിതാവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സ്വീകരിച്ചിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള സത്യം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഏകത്വം, ഏകദൈവ വിശ്വാസം, തൗഹീദ്, ആ തൗഹീദ് ഞാൻ എന്റെ കുടുംബത്തിൽ, എന്റെ ഭാര്യയോട്, എന്റെ ഉപ്പയോട്, എന്റെ ഉമ്മയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ മക്കളോട് അത് തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടുന്ന വസ്തുതയാണ്. അവരോട് ബോധ്യപ്പെടുത്തേണ്ടതില്ലേ? അവരോട് പറയേണ്ടതില്ലേ? ആ ബാധ്യത നമ്മൾ സ്വീകരിക്കേണ്ടതില്ലേ എന്നത് സ്വയം നമ്മോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് പറയുന്നുണ്ട്, യാ അബത്തി, പിതാവേ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, ഞാൻ താങ്കളിൽ ഭയപ്പെടുന്നത് താങ്കൾക്ക് കാരുണ്യവാനായ നാഥൻ, കരുണയുള്ള നാഥൻ, നമ്മെ ജീവിപ്പിച്ച ഭക്ഷണം നൽകുന്ന, വെള്ളം നൽകുന്ന, വായു നൽകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ കാരുണ്യവാനായ നാഥൻ, ആ നാഥനിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളോട് ഈ ഉപദേശങ്ങൾ നൽകുന്നത്.
ഈ ദൗത്യം ഞാൻ നിർവഹിക്കുന്നത് ഫതകൂന ലിശ്ശൈത്വാനി വലിയ, അങ്ങനെ പിശാചിന്റെ കൂട്ടാളിയായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളോട് ഇത് നിർവഹിക്കുന്നത് എന്നത് പൊന്നു പിതാവിനോട്, പ്രിയ പിതാവിനോട്, പിതാവ് കല്ലുകൾ കൊണ്ട് ബിംബങ്ങൾ കെട്ടിയുണ്ടാക്കി അവയോട് ആരാധന നടത്തുന്ന ആ സമൂഹത്തിലെ അറിയപ്പെട്ട ഒരാളാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നതോടൊപ്പം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതവിടെ നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ പിതാവിൽ നിന്നുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുള്ള മറുപടിയുണ്ട്. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, എന്റെ ദൈവങ്ങളെ, എന്റെ ആരാധ്യ വസ്തുക്കളെ നീ അവഗണിക്കുകയാണോ, നീ തള്ളിപ്പറയുകയാണോ? ലഇല്ലം തൻതഹി, നീ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ കല്ലെറിയുക തന്നെ ചെയ്യും. വഹ്ജുർനി, നീ എന്നിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളുക, നീ എന്നെ ഉപേക്ഷിച്ച് പോയിക്കൊള്ളുക എന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. കല്ലെറിയും എന്ന് അദ്ദേഹത്തോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ ഭീഷണികൾക്ക് മുൻപിൽ വഴങ്ങിയിട്ടില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നതാണ്. എത്ര വലിയ ഭീഷണിയാണെങ്കിലും തന്റെ ഏകനായ സൃഷ്ടാവിനോടുള്ള ആരാധനയിൽ നിന്ന്, ആ സൃഷ്ടാവിലേക്കുള്ള ദുആയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്മാറിയിട്ടില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പിതാവിനോട് മറുപടി പറയുന്നുണ്ട്. വഅതസിലുക്കും വമാ തദഊന മിൻ ദൂനില്ലാ, താങ്കളിൽ നിന്ന്, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരിൽ നിന്ന് അല്ലാഹുവിന് പുറമെ ആരെയൊക്കെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ അവരുടെ വിശ്വാസദാർഢ്യമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റേത് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരായി സ്വീകരിക്കുന്നവർക്കൊന്നും യാതൊരു തരത്തിലുമുള്ള ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയില്ല, അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല, അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയില്ല, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയില്ല എന്ന യുക്തിബദ്ധമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാനൊരു പ്രയാസവും കാണുന്നില്ല. ഇങ്ങനെ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ വിശ്വാസദാർഢ്യതയുടെ ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റേത്, യൂനുസ് നബി അലൈഹിസ്സലാമിന്റേത്, അങ്ങനെ പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളിലൂടെ അവരുടെ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ അവർ ശബ്ദിച്ചു എന്നതാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അരാജകത്വങ്ങൾ, തിന്മകൾ, അന്യായങ്ങൾ, അവക്കെതിരെയും ആ പ്രവാചകന്മാർ ശബ്ദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ നിശബ്ദരായിരുന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയില്ല എന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, നാം നേരിടുന്ന നമ്മുടെ സമൂഹങ്ങളിലുള്ള അന്യായങ്ങൾ, അതുപോലെ തന്നെ അനാവശ്യങ്ങൾ, സാമൂഹ്യമായിട്ട് സമൂഹങ്ങൾ നേരിടുന്ന സാമൂഹ്യമായ തിന്മകൾ, ആ തിന്മകൾക്കെതിരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയുന്നുണ്ടോ? ആരാധനകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ മാത്രം നമ്മൾ ജീവിച്ചു പോകേണ്ടവരാണോ? ആ ദൗത്യമായിരുന്നില്ല പ്രവാചകന്മാർ നിർവഹിച്ചിരുന്നത്. അവർക്ക് നിർദ്ദേശിച്ച ആരാധനകൾ മാത്രം അവർ അവരുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ അവർ കേൾപ്പിച്ചിരുന്ന ദൗത്യം പ്രവാചകന്മാർ നിർവഹിച്ചു എന്നതാണ്. അത് എല്ലാ മേഖലകളിലും, വിശ്വാസത്തിന്റെ മേഖലകളിൽ, സാമൂഹ്യമായ തിന്മകളുടെ മേഖലകളിൽ അവർ അത് നിർവഹിച്ചു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഞാൻ ഊതി വെച്ച വചനം, ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ വിസാലത്തിനെ, പ്രവാചകത്വത്തെ, സന്ദേശങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വഅന ലക്കും നാസിഹൻ അമീൻ, ഞാൻ നിങ്ങൾക്കൊരു നാസിഹാൻ, ഉപദേശകനാണ്, അമീനാണ്, വിശ്വസിക്കാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അതിലല്ലാത്ത ക്വാളിറ്റിയാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്, വിശ്വസ്തതയുണ്ടാവുക എന്ന് പറയുന്നത്. നമ്മെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ?
എന്റെ അയൽവാസിക്ക്, എന്റെ കൂടെയുള്ളവർക്ക്, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, എന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാർ ആ സമൂഹത്തോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് നാസിഹാൻ, ഉപദേശകന്, നിങ്ങളുടെ നന്മയാണ്, നസീഹത്താണ് എന്റെ ലക്ഷ്യമായി ഞാൻ മുന്നിൽ കാണുന്നത്, മറ്റൊന്നുമല്ല. അമീനാണ് ഞാൻ. ആ അമാനത്തിനെ അവർ ഏറ്റെടുത്തു എന്നതാണ്. എന്നിട്ടോ ആ അമാനത്തുകളെ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെ ലൂത്ത് നബി അലൈഹിസ്സലാം വലൂത്തൻ ഇദ ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിശത മാ സബഖകും, നിങ്ങൾ ഈ സ്വീകരിച്ചിട്ടുള്ള അന്യായം, ഈ തോന്നിയവാസം, ഇത് മുൻപൊരു സമൂഹത്തിലും ഇല്ലാത്ത ഒന്നാണ്. ഈ സ്വവർഗരതിയെ ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമൂഹത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തന്നെ അവരെ ഉപദേശിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ലൂത്ത് നബി അലൈഹിസ്സലാം അത് നിർവഹിച്ചു. ശുഐബ് നബി അലൈഹിസ്സലാം സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന ആ സമൂഹങ്ങൾ, അളവ് തൂക്കങ്ങളിൽ മാറ്റം വരുത്തിയിരുന്ന ആ സമൂഹത്തെ ശുഐബ് നബി അലൈഹിസ്സലാം അവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, തിന്മയിൽ നിന്ന് അവരെ വിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അരാജകത്വങ്ങൾക്കെതിരെ ആ സമൂഹങ്ങളിൽ പ്രവാചകന്മാർ ആ സമൂഹത്തെ ഉപദേശിച്ചത്, അവരുടെ ദൗത്യം നിർവഹിച്ചത് നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്നു എന്നതാണ്. സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ നാം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പരസ്പരം വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രംഗം സാമ്പത്തികമായ രംഗമാണ്, സാമ്പത്തികമായ ക്രമക്കേടുകളാണ്. പലപ്പോഴും പലരും പലരെയും വഞ്ചിക്കുകയാണ്, വിശ്വസിച്ചു പോയവരെ പോലും വഞ്ചിക്കുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യമായ അന്യായങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെ നാം ഓരോ തവണയും ഓരോ കാലഘട്ടത്തിലും പ്രതികരിക്കേണ്ടതും ആ സമൂഹങ്ങളെ നേരെ നയിക്കേണ്ടത്. ഇനി പ്രവാചകന്മാർ വരാനില്ല. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇനി പ്രവാചകൻ വരാനില്ല. പ്രവാചകന്മാർ വരാനില്ലെങ്കിൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന സന്ദേശങ്ങളെ നമ്മുടെ സമൂഹങ്ങളിൽ ബോധ്യപ്പെടുത്തേണ്ടത്, ഏറ്റെടുക്കേണ്ടത്, അത് യൗവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ, ആരോഗ്യമുള്ളപ്പോൾ, സമയമുള്ളപ്പോൾ അത് നിർവഹിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ ബാധ്യതയാണ്. ഞാനും നിങ്ങളും ആ ബാധ്യത നിർവഹിക്കേണ്ടവരാണ്. പ്രവാചകന്മാർ നിർവഹിച്ച മഹത്തായ ദൗത്യത്തെ, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നിങ്ങളിൽ നിന്നുണ്ടാകണം. ആരിൽ നിന്ന്? ആ ആയത്തിനെ നമ്മിലേക്ക് ചേർത്ത് വെക്കണം. നിങ്ങളിൽ നിന്നുണ്ടാകണം നന്മ പറയുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടാകണം. ഈ ആയത്തിനെ ഞാനും നിങ്ങളും വായിക്കുമ്പോ, നമ്മോട് ഈ ആയത്ത് സൂചിപ്പിക്കുമ്പോ എന്താണ് നാം അതിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം, അതിൽ നിന്ന് ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യം എന്താണ് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഇത് പ്രവാചകന്മാർ ഓരോ സമൂഹങ്ങളിലും അവർ ബാധിച്ചിരുന്ന പ്രശ്നങ്ങളെയാണ് അവർ ഏറ്റെടുത്തത് എന്നതാണ്. അതുപോലെ തന്നെയാണ് അതെല്ലാ മേഖലകളിലും ആ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. അത് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഭരണകൂടങ്ങൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് എല്ലാവരും പരസ്പരം കാണുമ്പോൾ പറയുന്നൊരു വാക്കാണ് ചൂടാണ്. ചൂട് വല്ലാതെ നമ്മൾ അനുഭവിക്കുന്നു. എത്ര AC-കൾ വർക്ക് ചെയ്താലും അതിനെയൊക്കെ മറികടക്കുന്ന ചൂടാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതും ഒരു സാമൂഹ്യമായ പ്രതിസന്ധിയാണ്. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെയാണ് ആ ചൂട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ചൂട് നമ്മൾ അനുഭവിക്കുന്നത് കുറവായിരിക്കും. പക്ഷേ പകലോ രാത്രിയോ എന്ന് വ്യത്യാസമില്ലാതെ ആ ചൂട് നമ്മൾ അനുഭവിക്കുന്നു. എന്താണ് അതിന് പരിഹാരമുള്ളത്? അതിന്റെ പരിഹാരങ്ങളായി നമ്മുടെ മുൻപിലുള്ളത് ചൂടിനെ തണുപ്പിക്കാൻ AC-യോ, ആ AC കൂടി വരുമ്പോ കറണ്ട് അധികമായി വേണ്ടി വരുന്നു. അതിനുവേണ്ടി കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയോ കറണ്ട് വാങ്ങുകയോ ഒക്കെ ചെയ്യുക എന്നതാണ്. ആ കറണ്ട് ലഭ്യമല്ലാതെയായി വരുമ്പോ സോളാർ പിടിപ്പിക്കുക എന്നതാണ്. ഇങ്ങനെ അതിന്റെ പരിഹാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അവക്ക് ശാശ്വതമായ പരിഹാരങ്ങളുണ്ടോ? എങ്ങനെയാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച ഒരു വചനം ഇങ്ങനെയാണ്: വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ,
കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തമായി, നമ്മുടെ കൈകൾ, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമായി ഭൂമിയിലും കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത്. ചൂട് കൂടുന്നതിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളാണ് എന്നത് നമുക്കവിടെ കാണാൻ കഴിയും. യാതൊരു ധൈര്യമില്ലാതെ മരങ്ങൾ വെട്ടിമുറിക്കുമ്പോ യാതൊരു മനസാക്ഷിക്കുത്തും ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളായി എന്ന് നിനക്ക് ബോധ്യമായാലും നിന്റെ കയ്യിലുള്ളത് ഒരു ചെടിയാണെങ്കിൽ, നടാനുള്ള ഒരു തൈയാണെങ്കിൽ ആ തൈ നടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തുന്ന ആ ഒരു വചനത്തിന്റെ പ്രാധാന്യം എത്രയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ നാടുകളിൽ മരങ്ങളില്ലാതായി, കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ ഓരോ നാടുകളെയും കവർന്നുകൊണ്ടിരിക്കുന്നു. വെള്ളം ശേഖരിക്കുന്ന ഇടങ്ങളില്ലാതായി, നമ്മുടെ വീടിന്റെ മുറ്റങ്ങൾ പോലും വെള്ളം മുറ്റങ്ങളിലേക്ക് ഇറങ്ങി അതിന് തൊട്ടടുത്ത് സ്ഥാപിച്ചിട്ടുള്ള കിണറുകളിലേക്ക് വെള്ളം ഇറങ്ങേണ്ടതിനു പകരം ആ മുറ്റങ്ങൾ പോലും ടൈലുകൾ വിരിച്ച് ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങാത്ത രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഹീറ്റ് പോക്കറ്റുകൾ എന്നതാണ് വലിയ വലിയ നഗരപ്രദേശങ്ങളെ പേര് വിളിക്കുന്നത്. ഹീറ്റ് പോക്കറ്റുകൾ. കോഴിക്കോട് ടൗണിനെ കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ അവർ പറഞ്ഞു വെക്കുന്നത്, കാറ്റടിക്കുമ്പോ ആ കാറ്റ് പോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ വളർന്നതുകൊണ്ട് കാറ്റുകൾ പോലും ദിശമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ നാം തന്നെ ചെയ്തു വച്ചിട്ടുള്ള, നമ്മുടെ തന്നെ കരങ്ങൾ പ്രവർത്തിച്ചു വച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയുടെയും കാരണങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യന്റെ ആർത്തിയും ധൂർത്തും വെട്ടിപ്പിടിക്കാനുള്ള നിസാരമായ ചെലവുകൾ കൊണ്ട് വലിയ ലാഭങ്ങൾ കൊയ്യാനുള്ള, വലിയ ലാഭങ്ങൾ കൊയ്തെടുക്കാനുള്ള മനുഷ്യന്റെ ആർത്തി മനുഷ്യനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്, നമ്മെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഏതൊരവസ്ഥയിലാണ് എന്നത് സ്വയം ഒരു പഠനത്തിന് നമ്മൾ വിധേയരാകേണ്ടതുണ്ട്. 1959 റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ എഴുതി വച്ച ചില കാര്യങ്ങൾ. അന്ന് DDT കണ്ടുപിടിക്കുകയും ആ DDTയെ കീടനാശിനിയായി ഉപയോഗിക്കുകയും ഫലവൃക്ഷങ്ങളിൽ, പഴങ്ങളിൽ, പച്ചക്കറികളിൽ അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അവർ അന്ന് എഴുതി വച്ചിരുന്നു, പഴങ്ങളിലൂടെ, പച്ചക്കറികളിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് ഈ കീടനാശിനികൾ എത്തുകയും അത് മനുഷ്യ ശരീരത്തിൽ 12 വർഷത്തോളം നിലനിൽക്കുകയും അതുവഴി മാരകമായ ക്യാൻസർ അതുവഴി ഉണ്ടായിത്തീരുകയും ചെയ്യും എന്ന് 1959 അവർ എഴുതി വച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ക്യാൻസർ എന്ന് പറയുന്നത് ഇന്നൊരു സാധാരണ രോഗമായി മാറിയിട്ടില്ലേ? എന്താണ് പലപ്പോഴും ചെറിയ കുട്ടികളിൽ, പുകവലിക്കാത്ത സ്ത്രീകളിൽ, അത്തരത്തിലുള്ള ധാരാളം ആളുകളിൽ, അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കാത്ത ആളുകളിൽ മദ്യവും മയക്കുമരുന്നുകളും പുകയിലയും ഒക്കെ ക്യാൻസറിന് കാരണമായി തീരും എന്നത് പലപ്പോഴും നമ്മൾ പഠിച്ചറിഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. ഇന്ന് അതൊന്നും ഉപയോഗിക്കാത്തവരിൽ, ചെറിയ കുട്ടികളിൽ, 7 വയസ്സായ 8 വയസ്സായ സ്കൂളുകളിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളിലൊക്കെ മാരകമായ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കടന്നു പിടിക്കാനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് ദൂരേക്കൊന്നും പോകേണ്ടതില്ല എന്നത് നമ്മോട് പറഞ്ഞു വെക്കുകയാണ്. മനുഷ്യർ ചെയ്തു വെക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ദ്രോഹങ്ങൾ, നാം ഇന്ന് ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തുക്കൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ, നാം വലിച്ചെറിയുന്ന പല വസ്തുക്കളും, നമ്മുടെ ഉപയോഗങ്ങൾ, അവയുടെ അളവുകൾ, അവയുടെ തോതുകൾ, അതുപോലും പലപ്പോഴും ക്രമീകരിക്കാൻ, നിയന്ത്രിക്കാൻ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വുദു എടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ തോത് എത്രത്തോളം ആയിരിക്കണം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുഴയിൽ നിന്നാണ് വുദു എടുക്കുന്നതെങ്കിലും നിനക്ക് ആവശ്യമുള്ളതേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വെച്ച പ്രവാചകന്റെ അനുയായികളായ ഞാനും നിങ്ങളും നമ്മൾ എങ്ങനെയാണ് വുദു എടുക്കുന്നത്? നമ്മുടെ കുളി എങ്ങനെയാണ്? നമ്മുടെ വീടുകളിലെ വെള്ളത്തിന്റെ ഉപയോഗം എങ്ങനെയാണ്? ഇങ്ങനെ ഓരോ മേഖലയിലും സാമൂഹ്യമായി മനുഷ്യൻ അനുഭവിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. അവയിലും നമുക്ക് ഇടപെടാൻ കഴിയും.
പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിലെ പല വൃക്ഷങ്ങൾ, എത്ര വൃക്ഷങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. എത്രയാണ് നമുക്ക് വച്ചുപിടിപ്പിക്കാൻ കഴിയുന്നത്. നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലെങ്കിലും വരും തലമുറയെങ്കിലും അത് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ പണിയെടുക്കാൻ, പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? അതോടൊപ്പം തന്നെ സാമൂഹ്യമായി അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. സമൂഹങ്ങൾ അനുഭവിക്കുന്ന തൊഴിലിന്റെ മേഖലയിൽ, തൊഴിലാളിയുടെ മേഖലകളിൽ അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് തൊഴിൽ ദിനമായി ആചരിക്കുകയാണ്. തൊഴിലാളികൾ, തൊഴിലിന്റെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അനുയായിയാണ്. മക്കയിൽ സമ്പന്നനായിരുന്നു അദ്ദേഹം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുമ്പോ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. മദീനയിലെ അൻസാരികൾ പറയുന്നുണ്ട്, താങ്കൾക്ക് ഞങ്ങളുടെ വീടുകൾ പകുതി തരാം, ഞങ്ങളുടെ കച്ചവടത്തിന്റെ പകുതി തരാം, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഇണകളെ താങ്കൾക്ക് തരാം എന്ന് പറയുന്ന വേളയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ അങ്ങാടി കാണിച്ചു തന്നാൽ മതി, കച്ചവട സ്ഥലങ്ങൾ കാണിച്ചു തന്നാൽ മതി, ഞാൻ കച്ചവടം ചെയ്തുകൊണ്ട് സമ്പാദിച്ചു കൊള്ളാം. മക്കയിൽ നിന്ന് വന്ന, ഒന്നുമില്ലാതെ വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ സമ്പന്നനായി മാറിയ തൊഴിലിനോടുള്ള അവരുടെ താല്പര്യം, തൊഴിൽ ചെയ്യാനുള്ള അവരുടെ താല്പര്യം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മഹത്വം, അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു അദ്ദേഹം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനം നമുക്ക് കാണാൻ കഴിയും. ഒരാൾ കഴിക്കുന്ന അയാളുടെ ഭക്ഷണത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അയാളുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന ആ പണമാണ്, സമ്പത്താണ്, ഭക്ഷണമാണ് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. വ്യത്യസ്തമായ തലങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പ്രവാചകന്മാരുടെ ഉദാത്തമായ മാതൃകകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് സാമൂഹ്യ തിന്മകൾക്കെതിരാണെങ്കിലും, അതുപോലെ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നിടത്താണെങ്കിലും, അതുപോലെ തന്നെ തൊഴിലാളികളോടുള്ള ചൂഷണത്തിന്റെ പേരിലാണെങ്കിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10 വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 10 വർഷം. ആ 10 വർഷത്തിനിടയിൽ പ്രവാചകൻ എന്നോട് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല, കോപിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മൾ ആലോചിക്കുക, നമ്മൾ തൊഴിലുടമകളും നമ്മുടെ ഇടങ്ങളിലെ തൊഴിലാളികളും അവർക്കിടയിലുള്ള ബന്ധങ്ങൾ, പരസ്പരമുള്ള ഇണക്കങ്ങൾ, പരസ്പരമുള്ള ബാധ്യതകൾ, അത് നിർവഹിക്കുന്നിടത്ത് തൊഴിലാളിയും അവരുടെ അവകാശങ്ങൾ വച്ചുകൊടുക്കുന്നിടത്ത്, വകവച്ചു കൊടുക്കുന്നിടത്ത് തൊഴിലുടമയും അതിന് സാധ്യമായി തീരുന്നുണ്ടോ എന്നതാണ്. നമ്മൾ മുസ്ലിമുകളായിരിക്കുന്നത് അത് നമ്മുടെ ആരാധനകളിൽ മാത്രമായി തീരരുത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുസ്ലിമുകളായി ജീവിക്കാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. അത് പ്രകൃതിയോടുള്ള പെരുമാറ്റങ്ങളിലാണെങ്കിലും, സാമൂഹ്യമായ തിന്മകളെ നേരിടുമ്പോഴാണെങ്കിലും, തൊഴിലാളികളോടുള്ള പെരുമാറ്റങ്ങളിലാണെങ്കിലും, എല്ലായിടങ്ങളിലും മുസ്ലിമാണ് എന്ന് എന്നെ കുറിച്ച് പറയുന്നിടത്ത്, എന്നെ കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നിടത്ത് ഞാനും നിങ്ങളും വിജയിക്കുന്നുണ്ടോ എന്നത് നാം സ്വയം നമ്മെ കുറിച്ച് വിലയിരുത്തേണ്ടുന്ന ഒന്നാണ്. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് കർമ്മത്തിലെ ഒരു പ്രധാന കർമ്മമാണല്ലോ ബലി എന്നത്. ഹജ്ജിന് പോകാത്ത വിശ്വാസികളായ മനുഷ്യർ നിർവഹിക്കുന്നത് ഉളുഹിയ്യത്താണ്. ബലി ദിവസത്തിലെ യൗമുൻ നഹറിലെ ബലിപെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്.
എന്തിനാണ് ഉളുഹിയ്യത്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ മകനെ ബലി നൽകാൻ തയ്യാറായത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നാം കണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മക്കളെ ബലി നൽകാനോ ബലിക്കല്ലിലേക്ക് കിടത്താനോ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ കഴിവുള്ള ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുക എന്നത്, ബലി മൃഗത്തെ അറുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക എന്നത് അത്രയേറെ പുണ്യകരമായ ഒരു കർമ്മമായി കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങൾ മാറിയിട്ടില്ലേ? വിഭവങ്ങളുടെ കാര്യങ്ങളിൽ കാര്യമായ കാതലായ വ്യത്യാസങ്ങൾ വന്നിട്ടില്ലേ? നമ്മുടെ വസ്ത്രം, നമ്മുടെ വാഹനം, നമ്മുടെ യാത്ര, നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ ജീവിത നിലവാരങ്ങൾ വളരെയേറെ മെച്ചപ്പെട്ടുകൊണ്ടല്ലേ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ അത്തരം മേഖലകളിൽ ജീവിതത്തിന്റെ അഭിവൃദ്ധി വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ദാനധർമ്മത്തിന്റെ മേഖലകളിൽ നാം പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നത് സ്വയം ഒരു വിലയിരുത്തലിന് നാം തയ്യാറാകണം. പ്രിയമുള്ളവരെ, വെക്കേഷനാണ്. വളരെ ചുരുക്കം ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും തണുപ്പന്വേഷിച്ചുകൊണ്ടോ മറ്റുമൊക്കെയായി റിസോർട്ടുകൾ ബുക്ക് ചെയ്തുമൊക്കെ യാത്രകൾ പോകുന്നവര്. ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും റിസോർട്ടുകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, അത്തരം മേഖലകളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന നമ്മൾ ഉളുഹിയ്യത്തിന്റെ മേഖലയിൽ എത്രയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? ആ കർമ്മത്തോട് എത്രയാണ് ചിലപ്പോഴൊക്കെ പിന്മാറി നിൽക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഖിയാമത്ത് നാളിൽ ബലിമൃഗത്തെ കൊണ്ടുവരും. നമ്മൾ ബലി നൽകിയ ബലിമൃഗത്തെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന ബലിമൃഗം അതിന്റെ കുളമ്പുകളും അതിന്റെ കൊമ്പുകളും അതിന്റെ രോമങ്ങളും അവയെല്ലാം കൊണ്ടാണ് അന്ന് ആ ദിവസം അവരെ കൊണ്ടുവരിക. എന്നിട്ട് ആ ബലിമൃഗത്തെ മീസാനിൽ വയ്ക്കും. നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെയും ഒക്കെ അവയോടൊപ്പം ആ മീസാനിൽ വെച്ച് ഒരു മനുഷ്യൻ നൽകിയ അവന്റെ ബലിമൃഗത്തിനു പകരമായി അവന് പ്രതിഫലങ്ങൾ ആ മീസാനിന് പകരമായി അള്ളാഹു നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. അവയുടെ രോമങ്ങൾ കണക്കെ അവയുടെ തൂക്കത്തിനനുസരിച്ച് അള്ളാഹു നൽകാനിരിക്കുന്ന വലിയ ഒരു പ്രതിഫലത്തിന്റെ ഒരു പ്രവർത്തനമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്, അള്ളാഹുവിന് അവയുടെ മാംസം ആവശ്യമില്ല, അവയുടെ രക്തം ആവശ്യമില്ല. നൽകുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി ഒരു മൃഗത്തെ പൂർണ്ണമായി നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഒരു ആടിന് നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ല ഒരു ഷെയറാണ് നൽകാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെ നൽകുന്ന ആളുകൾ അവരുടെ നൽകിയ അവരുടെ മാംസത്തിന്റെ വലുപ്പമല്ല, ബലിമൃഗത്തിന്റെ വലുപ്പമല്ല, ആ വലുപ്പം നമ്മുടെ ജീവിതത്തിൽ റിയാഇന് മറ്റുള്ളവർ കാണണം അറിയണം എന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കാനേ പാടില്ല. പക്ഷേ ഹൃദയത്തിന്റെ തഖ്വയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് എന്ന് ശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ആ മേഖലയിൽ വരാനിരിക്കുന്ന ബലി ദിനവുമായി ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയാണ് നമുക്ക് നൽകാൻ കഴിയുക എന്നത് നാം ഓരോരുത്തരും ആലോചിക്കുക. ആ സൽക്കർമ്മത്തിൽ സമൂഹം ഒന്നിച്ച് നിർവഹിക്കുകയും എല്ലാ പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് അത്തരത്തിൽ നാം നിർവഹിക്കുന്ന എല്ലാ സ്വതക്കകളും സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മുഅ്മിനുകളിൽ മുത്തഖികളിൽ മുഹ്സിനുകളിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ.
അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കും ഞങ്ങൾക്കും ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ നാഥ. രണ്ട് സഹോദരിമാർ അവരുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ, ഇസ്ലാം അനുസരിച്ച്, ദീനനുസരിച്ച്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെയുള്ള എതിർപ്പുകൾ കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്നൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവരിരുവർക്കും സമാധാനത്തോടു കൂടി അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനും അവരെ എതിർക്കുന്നവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ അവർക്ക് സ്വസ്ഥമായ ജീവിതം നയിക്കാനും അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ നന്മകൾക്കും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ നാടുകളിൽ നമ്മൾ നിരന്തരമായി പറയുന്നില്ലെങ്കിലും ഫലസ്തീനിന്റെ മണ്ണിൽ, സിറിയയുടെ മണ്ണിൽ, ഇറാനിന്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, മക്കളുണ്ട്, കുടുംബനാഥന്മാരുണ്ട്. അവർക്കൊക്കെ നിർഭയമായി അവരുടെ നാടുകളിൽ ജീവിക്കാൻ അള്ളാഹുവിനോട് സദാ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അവർക്ക് നിർഭയത്വം നൽകി, സമാധാനം നൽകി, സുരക്ഷിതത്വം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم آمنا في أوطاننا يا رب العالمين. اللهم آمن في فلسطين. اللهم أنقذ البيت المقدس يا رب العالمين. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين.